ഹലോ സമ്മാനം നോ ഹേലി മേഡം ഇവിടെ പറഞ്ഞ Vasu, this is a serious thing because day before yesterday you called me. I think you were drunk, but you confessed me something. And as my calls are getting recorded as a PD officer, your call has been recorded, okay? And the statement has been taken down. So what was that about? May I have a statement that may I have a elaborated explanation on that, please? എന്ത് മേഡം That means you don't remember anything. അയ്യോ Okay, we'll talk about that. Madam. Okay, we'll talk about that, sir. We'll talk about that, sir. Next thing, your brothers came to me, Sarak and Babu, സരക്കാൻ asking about the case. Came with Tara. That you have made Tara the PA, your personal PA, and they were asking about the case. So whatever Amma told me, I have told them in front of Tara. So whatever cases I have elaborated the case towards them, and I have given the case report to complaint report to. അല്ല ഞാൻ എന്ത് സ്റ്റേറ്റ്മെന്റ് തന്നെന്നാ മാഡം പറയുന്നേ You come meet me, please. Come to PD. ഷുവർ എടാ എനിക്ക് തലവേദന എടുക്കുന്നടാ എനിക്ക് ഇന്നലെ എന്ത് സാധനമാടാ നീയൊക്കെ എനിക്ക് ഒഴിച്ചു തന്നേ അണ്ണ ഈ താര അണ്ണന് തന്നത് ഞാൻ അറിഞ്ഞില്ല. നീ എന്തുവാ പെണ്ണെ വലിച്ചൊഴിച്ച് തന്നത് എനിക്ക് ഇന്നലെ എനിക്ക് തലയും കറങ്ങാണ് എന്നെ പീഡിന്ന് വിളിച്ചിട്ട് ഞാൻ എന്തോ വിളിച്ച് പീഡി പറഞ്ഞു ഇന്നലെ എന്ത് പറഞ്ഞായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. നിനക്ക് എന്ത് ഓർമ്മയുണ്ട് നമ്മളാ തോടിന്റെ അടുത്ത് എത്തിയപ്പോഴേ ഏത് തോട് മറ്റേ തോട് ചില്ലിയാടിന്റെ അവിടെ രമേശ് ചേട്ടന്റെ മാറ്റി അതന്നെ അവിടെ ഇപ്പോ കുറച്ചടിച്ചിട്ട് വിഷമങ്ങൾ കൊണ്ടൊക്കെ ഹേലി മാഡത്തെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഒന്നും ഓർമ്മയില്ല അണ്ണനെ? ഇല്ല. അയ്യോ അത് വലിയ പ്രശ്നമായി. ഞാൻ ഹേലി മാഡത്തെ വിളിച്ച് എന്ത് പറഞ്ഞു? ഹേലി മാഡത്തെ വിളിച്ചിട്ട് പറഞ്ഞ് കുക്കുനെ ഞാനാ കൊന്നത്, ഞാൻ ഇവിടെ കുത്തിക്കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്, പറ്റുമെങ്കിൽ വന്നിട്ട് ബോഡി കണ്ടുപിടിക്കാനൊക്കെ. എവിടെ? ആ തോടിന്റെ അവിടെ അയ്യോ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ്. നീയല്ലേ എന്നെയൊക്കെ കൂടുതൽ കുടിച്ച് വാളം വെച്ച് ഇന്നലെ അകത്തിരുന്നത്. എന്നിട്ട് നിനക്ക് ഇതൊക്കെ എങ്ങനെ ഓർമ്മ? എനിക്ക് ഓർമ്മയുണ്ടെന്നാ. എന്റെ ഭയങ്കര അക്യുണ്ട്. നീയല്ലേ മറ്റേ ചായക്കകത്ത് മറ്റേ ഉറക്കോളി കലക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയ മന്ദബുദ്ധി. നിനക്ക് ഐക്യം ഉണ്ടോ? നിനക്ക് ബ്രെയിൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ചന്തി പോലും ബ്രെയിൻ ഇല്ലാത്ത നീ ഇതെന്റെ അടുത്ത് പറയരുത് കേട്ടാ. ഒരു താര ഈ പി എന്ന് പറഞ്ഞാലേ അണ്ണന്റെ കേസൊക്കെ എടുത്ത് തലേ വെക്കണം. അതായത് പോലീസ് കേസൊക്കെ ഇടപെടേണ്ടത്. എന്റെ പി എ? എനിക്ക് പി എ ഒന്നുമില്ല. എന്ത് പറഞ്ഞ്? താര നല്ലൊരു ഫ്രണ്ട് അല്ലേ? എന്തിനാ തുപ്പിട്ട് തന്ന്? എനിക്ക് ഡോക്യുമെന്റിൽ ഒപ്പിട്ട് എന്റെ ഇല്ല. എനിക്ക് പി എ ഒന്നുമില്ല. അയ്യോ താര, എന്നോട് ചതി വേണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താര, എന്താ പറയുന്നേ? വാസണ്ണ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പി ആയിട്ട് എനിക്ക് ജോലി തന്നെ, എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞപ്പോ അണ്ണ ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പൊ ഈ കുട്ടിയാണോ പറഞ്ഞത് വാസുവണ്ണൻ ജോലി എന്ന് പറഞ്ഞ് രായണ്ണന്റെ അടുത്തൊക്കെ പോയി പറഞ്ഞാ? എനിക്കൊന്നും ഓർമ്മയില്ലടാ. അണ്ണാ സരക്കണ്ണന്റെ അടുത്തൊക്കെ ഈ കൊച്ചു പോയി പറഞ്ഞ് ഈ താര പോയിട്ട് പറഞ്ഞ് എനിക്ക് വാസുവണ്ണൻ പി ആയിട്ട് ജോലി തന്ന് 10 കോടി രൂപ മാസ ശമ്പളം എന്നൊക്കെ പറഞ്ഞ്. 10 കോടിയോ? 10 കോടിയുടെ ഇവിടെ ഗ്യാങ് ഫണ്ട് നമുക്ക്. 10 കോടി മൊത്തം ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുക്കുന്നത് 10 കോടി രൂപയാണ്. ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുക്കുന്നത് 10 കോടി രൂപയാണ്. ഞാൻ പറഞ്ഞിട്ടല്ല, എല്ലാം അണ്ണനാ ചെയ്തേ. താര എനിക്കൊന്നും ഓർമ്മയില്ല താര. ഞാനൊന്ന് ഫ്യൂൽ അടിച്ചോട്ടെ, ഒരു മിനിറ്റ്.
എനിക്ക് എന്ത് വിഷമാണ് എല്ലാരും കൂടെ കലക്കി തന്നേന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കേട്ടോ. കൺസൈൻമെന്റ് ഫേക്ക് അല്ല, ഫേക്ക് അല്ലേ ഇത്? ചൈന ടൗൺ സ്ക്രിപ്റ്റ് തന്നെന്ന്. എടാ വില്ലി, ഞാൻ ശരിക്കും നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? ഇതൊക്കെ ഞാൻ ചെയ്തതാണോ? അണ്ണ വെയിറ്റ് ചെയ്യണ ഒരു പറയാം. കാരണം താര ഒരു മിനിറ്റ് താര, ഞാൻ അടിച്ചില്ല. അണ്ണനകത്ത് എന്റെ അടുത്ത് എഴുതാൻ പറഞ്ഞ് ഞാൻ എഴുതി. അണ്ണന്റെ കയ്യൊപ്പ് വരെ വെച്ച്. ശരിക്കും ഞാനിവിടെ പി ആയിട്ട് എടുത്ത ഇന്നലെ. അണ്ണ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഇത് എഴുതിയത്. നോക്ക് ഈ ഡോക്യുമെന്റ്. ഇത് അവളുടെ കൊടുത്താ? താര ലൈഫ് ടൈം വാലിഡിറ്റി ആയി 10 ദിവസം റിക്രൂട്ട് താരാദാസമായി പേഴ്സണൽ അസിസ്റ്റന്റ് വിത്ത് 10 CR പെർ മന്തോ. അണ്ണൻ പറഞ്ഞിട്ട് അണ്ണൻ കയ്യൊപ്പ് കണ്ട അവിടെ. താര അപ്പൊ ഒന്നും ഓർമ്മയില്ലല്ലേ? ഞാനൊരു സത്യം പറയട്ടെ, ഇന്നലെ എന്തൊക്കെയോ വിഷം കുടിച്ച് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ്, എനിക്ക് എന്തൊക്കെയാ പറഞ്ഞെന്നൊന്നും ഓർമ്മയില്ല താര. പക്ഷെ വാസണ്ണ ഇന്നലെ എത്ര പേര് ഇത് പറഞ്ഞ കുറ്റം പറഞ്ഞെന്നറിയോ? ഞാൻ അന്നേരം ഒന്നും വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു വാസ്തവ നല്ലൊരാളാ, വാക്കിന് വിലയുള്ള ആളെന്നൊക്കെ. വാക്കിന് വിലയുണ്ട്, പക്ഷെ അത് ഓർമ്മയുള്ളപ്പോ പറയുന്ന വാക്കിന് മാത്രമേ വിലയുള്ളൂ. അപ്പൊ ഞാൻ ആരായി? ഞാൻ എല്ലാരോടും പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയ സന്തോഷത്തില്, അതും വാസുവിന്റെ PA ഒക്കെ ആയിട്ട്. ഹലോ അണ്ണ എന്റെ നീ എന്താ വിളിച്ചിട്ട് എമ്മൊക്കെ വിടുന്നാ നീ? നീ എവിടെ ഉണ്ട്? ഞാൻ മുതുകിലോട്ട് ഒരു ജമിട്ട് വണ്ടിയായിട്ട് വരുന്നുണ്ട്. കാരണം വാ എവിടെ? ഞാൻ പീടിയിലോട്ട് പൊക്കോണ്ടിരിക്കുവാ. ഞാൻ വണ്ടിയായിട്ടൊക്കെ പീടിയിലോട്ട്. നീ എന്റെ വണ്ടി വാ, ഞാൻ നിന്നെ മുതുക്കിന്ന് പിക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരണം. നീ മുതുക്കിൽ നിൽക്കി, ഞാൻ അങ്ങോട്ട് വരാം. ഓ ഞാൻ മുതുക്കിലുണ്ട്. വണ്ടിച്ച് വലിയ കുറവാണ്, എത്തത്തേ ഉള്ളു. മുതുക്കി തരാ നിക്ക്. മുതുക്കിലുണ്ട്. ആ ആരണ്ണ? ടിവിയിലെ ഏറ്റവും മൂഞ്ചൻ ആരായിരിക്കും? ജർമ്മൻ കണ്ണാപ്പി. എങ്ങനെ മനസ്സിലാക്കിയത് നോക്കുന്നത്? അതിലും വലിയ പൂജ്യം ആരും ഇല്ലല്ലോ. ഈ ഞാൻ പോലും കണ്ണാപ്പി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെ അതെ അതെ, നീ കള്ളൻ. നീ മൂഞ്ചനല്ലോ, നീ കള്ളൻ. സത്യം. താര, നമുക്ക് പോലും ഓർമ്മയില്ല. നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് എല്ലാം തിരിച്ചു വന്ന് സമാധാനത്തിൽ സംസാരിക്കാം. ഞാനും കൂടെ വരാം, പേടിക്കണ്ട. എവിടെ നിൽക്കുന്ന? തെളിവുണ്ട്. ഞാൻ ഇവിടെ ജമിട്ട് വണ്ടിയിലിരിക്കുന്നത്. ആര് കണ്ടാലും വണ്ടി നോക്കിപ്പോ. ഈ ജമിട്ട് വണ്ടി എവിടെ? ഞാൻ മുതുക്കിലുണ്ട്. അണ്ണ ഒരു ഓൺ അടിച്ചു, ഞാൻ ഒരു ഓൺ അടിക്കാം. ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടേ. അണ്ണ ഒന്ന് അടിച്ചേ. ഹോസ്റ്റൽ വണ്ടിയല്ലേ? വാ കേറ്. ഇതാണ് എടാ മനുഷ്യക്കോലം ആവോ? പീടി പോവാൻ വേണ്ടിട്ടാ? ഇല്ല, ഞാൻ വക്കീലായിട്ട് വരാൻ വണ്ടിയുടെ. ഓ എന്താ വക്കീല്, എന്താ കൊരകം വക്കീലില്ലേ? കണ്ണാപ്പി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാന് 2 ദിവസം മുമ്പ് പീടിയില് കുക്കുവിന്റെ അമ്മ ഒരു കേസ് കൊടുത്ത്, അവളെ കാണാനില്ല, ഞാൻ തട്ടിക്കൊണ്ട് പോയതാന്ന് പറഞ്ഞ്. ഇന്നലെ വെള്ളം അടിച്ചിട്ട് ഞാൻ ഭയങ്കര കിളി പോയിരിക്കുവായിരുന്നു കേട്ടാ. കിളി പോയിരുന്ന സമയത്ത് ഹെയ്ലി മേഡം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് അവളെ തട്ടിക്കൊണ്ട് പോയത്, ഞാൻ അവളെ തല്ലി കൊന്ന് കടലിലിട്ടത്. എടാ ഞാനല്ല, എടാ ഞാനല്ല കണ്ണാപ്പി. എടാ ഞാൻ എന്നിട്ട് ഫോൺ വിളിച്ച് പറയുന്നത് അവര് റെക്കോർഡായിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് വെച്ച്. ഇപ്പൊ എന്റെ അടുത്ത് പീടി ചെല്ലാൻ പറഞ്ഞിരിക്കുവേ. ഇത് എങ്ങനെ ഡീൽ ചെയ്യും? ഇത് ഡീൽ ചെയ്യാൻ ഒരു വഴിയുണ്ട്. എന്ത്? അണ്ണ അവിടെ ചെന്ന് വായനക്കുക, ഞാൻ ഡബ് ചെയ്യാം. മനസ്സിലായോ? അണ്ണന്റെ ശബ്ദത്തിൽ. എന്റെ ശബ്ദം നീ ഒന്ന് എടുത്തേ കേക്കട്ടെ.
ഹിറ്റ് റേഡിയോ നിന്നെയൊക്കെ കൊണ്ടുപോയ എന്നെ ഡയറക്റ്റ് പിടിച്ച് ജയിലിലിടും അവര്. അണ്ണൻ ധൈര്യം നമ്മള് കാട്ടില് കുറെ കാട്ടിലെ മെയിൻ വക്കീലാണ് അണ്ണൻ വിട്. ഞാൻ ആദ്യമേ വക്കീലാന്ന് പറഞ്ഞ ചെല്ലട്ടെ. എടാ നീ വെറുതെ നിന്നാ മതി അവിടെ, വേറെ ഒന്നും ചെയ്യണ്ട. നീ ഉപദ്രവിക്കല്ലേ. വള്ളിയായി അണ്ണ വള്ളിയായി. വള്ളിയാ? ആയിട്ട് സ്നൈപ്പിനെ അടിച്ചെന്ന് റേഡിയോ ഞാൻ ഈ കൊല്ലത്തിലൊക്കെ പോയി ആദ്യത്തെ അടിയിലേ വീഴും കേട്ടാ.